ഈ ഒരു സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ പടം അത്ര സിമ്പിളായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. ഹൃദയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൂവി ക്രിഞ്ചിൻ്റെ ഏഴയലത്തോലും പോയിട്ടില്ല. പക്ഷെ എന്നാലും അവിടെ ഇവിടെയും ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സും ക്രിഞ്ചായിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. നമ്മളിപ്പം മറ്റേ ഇൻസ്റ്റയിലെ വീഡിയോ നിങ്ങൾ കാണത്തില്ല, മറ്റേ വലിയ ഷെഫ് ഒന്ന് സോൾട്ടൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തില്ല. അതുപോലെ വിനീത് ശ്രീനിവാസന്റെ ടെംപ്ലേറ്റ് ആണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ ഇത് ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഉണ്ടെങ്കിൽ ഔട്ട് ഒരു അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ. സോ അതുപോലെ തന്നെ ഈ കൂടെ ഔട്ടും വളരെ നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ലെങ്തി മൂവിയാണ്, ഒരു ഏകദേശം ഒരു 3 മണിക്കൂറുണ്ട്. ആ ഒരു 3 മണിക്കൂർ വളരെ നൈസായിട്ട് തന്നെ ഈ ഒരു മൂവി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവി നമ്മൾ കാണുമ്പോൾ 2 മൂവീസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടും, ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്. ഇപ്പം വിനീത് ശ്രീനിവാസനൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് സ്റ്റോറി നടക്കുന്ന ആ ഒരു 70, 80, 90 കാലഘട്ടത്തിൽ നടക്കുന്ന മദ്രാസിൽ പോയിട്ടുള്ള 2 ചെറുപ്പക്കാരുടെ ലൈഫാണ്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു 2 ചെറുപ്പക്കാരുടെ ലൈഫ് വന്നു പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനോട്ട് ആ 2 ചെറുപ്പക്കാർ ബ്ലെൻഡ് ചെയ്ത് പോകുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു 2 ചെറുപ്പക്കാരും മദ്രാസിൽ സിനിമ മോഹമായിട്ട് പോകുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു വർഷം, ആ ഒരു 60, 70 അല്ലെങ്കിൽ ആ ഒരു 90s കാലത്ത് അവരെന്തൊക്കെ ഫേസ് ചെയ്യുന്നതാണ് ആ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ആ സെയിം ആൾക്കാർ ആ ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ സിനിമയിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, ഓഡിയൻസിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, മൂവി മേക്കിങ്ങിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, സ്റ്റോറിയിലായാലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ 2 ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷനിൽ വന്ന് ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നതാണ് ഒരു മൂവി സംസാരിക്കുന്നത്. അതൊക്കെ വളരെ നൈസായിട്ട് തന്നെ മൂവിയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ കാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഒരുപാട് പേര് സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഈ ചുമ്മാ വിനീത് ശ്രീനിവാസന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ തന്നല്ല, ഓരോ ക്യാരക്ടേഴ്സിന് അതിനായിട്ടുള്ള സ്ക്രീൻ സ്പേസും ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട്. സോ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാ ആൾക്കാരും ഈ സിനിമയിൽ വന്നു പോകുന്ന, ഇപ്പം ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷൻ ആയാൽ പോലും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും വിനീതേട്ടൻ വലിയ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ഈ ഒരു കൂടെ കാസ്റ്റിന്റെ കാര്യത്തിൽ. കാരണം വാട്സപ്പ് എടുക്കുന്നു, ഗ്രൂപ്പിലോട്ട് ഒരു വോയിസ് അയക്കുന്നു, എടാ മോനെ ഞാൻ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, എല്ലാവരും വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് അയക്കുന്നു. എല്ലാവരും അതുപോലെ വരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇപ്പം എടുത്തു പറയുന്നത് ഏറ്റവും ചെറിയൊരു ഡ്യൂറേഷനിൽ വന്നു പോകുന്ന നീരജ് മാധവാണ്. നീരജ് പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നീരജിന്റെ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, എൻ്റെ മോനെ കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ കിഡിലുമാണ്. ലോങ് ഡ്യൂറേഷൻ ആയാലും പോലും അവർ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂലം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ട്രോൾ, ഊക്ക് കാര്യങ്ങളൊക്കെയാണ്. ആർക്കൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്നു ഒരു പിടുത്തുമില്ല. സെൽഫ് ട്രോൾ ഉണ്ട്, ഊക്കുണ്ട്. മലയാള ഇൻഡസ്ട്രിയിൽ താഴെ നിൽക്കുന്ന ആൾക്കാരോട് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വരും, വന്നു പോകുന്ന എല്ലാവരും കിട്ടുന്നുണ്ട്. അത് ഞാനിൻ്റെ ഇത് മാത്രമല്ല, സിനിമയിലുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്റർവ്യൂലൊക്കെ എന്താണോ കണ്ട് അതിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെൽഫ് ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി സെൽഫ് ട്രോളാണ്. വിനീത് ശ്രീനിവാസനെ ഊക്കുന്നുണ്ട്, നിവിൻ പോളി ഊക്കുന്നുണ്ട്, ധ്യാനി ഊക്കുന്നുണ്ട്, പിന്നെ അവരും അടുക്ക് മറ്റുള്ളവരെ ഊക്കുന്നുണ്ട്. അമ്മാതിരി ഊക്കാണ് സിനിമ ഫുള്ളും. ലൈക്ക് അതൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ ഒരു കോമഡി എലമെന്റ് ഒക്കെ മിക്സ് ചെയ്ത്, അല്ലാതെ മറ്റേ പച്ചക്ക് ഇങ്ങനെ അടിച്ചു പറയുന്ന സാധനമൊന്നുമില്ല. അതൊക്കെ വളരെ നൈസായിട്ട് ആൾക്കാരൊക്കെ കണക്ട് ചെയ്യുന്ന രീതിക്ക് കോമഡി ബ്ലെൻഡ് ചെയ്ത് നൈസായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ധ്യാനും പ്രണവാണ്. ഇവർ രണ്ടുപേരും ഈ ഒരു എൻ്റെ സ്റ്റോറി വളരെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലും എനിക്ക് ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ധ്യാനിനാണ്. ധ്യാനിന്റെ പെർഫോമൻസ് ഒക്കെ പറയുന്നത് നമ്മൾ അടുത്ത കാലത്തൊന്നും പുള്ളിക്കാരനെ ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം ധ്യാൻ ആ ഒരു തിരക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇത്ര അടിപൊളിയായിട്ട് നൈസായിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവി ഇതിനാണ്. കുഞ്ഞിരാമായണം എന്നൊക്കെ പറയുന്ന ഒരു പൊട്ടൻ ക്യാരക്ടറൊക്കെയാണ്, പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് ആ ഒരു ചെറുപ്പകാലം, ആ ഒരു സ്കൂൾ തൊട്ട് ഒരു വയസ്സായ ഒരു 10, 60, 70 വയസ്സായ ഒരാളുടെ ലൈഫ് വരെ അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനെ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ക്ലാപ്സ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ക്ലാപ്പാണ്. ഒരു മെയിൻ സ്ട്രീം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഭയങ്കര ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു ക്ലാപ്പ് ഉണ്ടല്ലോ, അമ്മാതിരി ക്ലാപ്പായിരുന്നു കേട്ടോ സിനിമയിൽ. കാരണം അമ്മാതിരി ക്ലാപ്പായിരുന്നു കേട്ടോ ആ ഒരു തിയേറ്ററിൽ. പുള്ളിക്കാരെ വന്നത് തന്നെ ഭയങ്കര ക്ലാപ്സ്, കാരണം അത്രമാത്രം ആൾക്കാരെ ഇഷ്ടമാണ് ആ ഒരു നടനെയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനൊക്കെ. ആ ഒരു ഇന്റർവ്യൂലായാലും അല്ലെങ്കിലും പുള്ളിക്കാരൻ ഒരു പച്ച മനുഷ്യനാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് മൂവിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്ത് എല്ലാവർക്കും ധ്യാനെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പ്രണവായാൽ പോലും വളരെ നൈസായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ധ്യാനാണ്. കാരണം നിങ്ങൾ കണ്ടു നോക്കുക, അമ്മാതിരി ലെവലായിട്ടാണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ഇങ്ങനെ സിമ്പിളായിട്ട് ആ ഒരു ലെവൽ പിടിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ദ എൻട്രി ഓഫ് നിവിൻ പോളി. പിന്നീട് സിനിമ ഒരു ട്രാക്ക് മാറുന്നുണ്ട്. എൻ്റെ മോനി ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ട്രാക്ക് ചേഞ്ച് ആണ്. സെൽഫ് ട്രോളും ഊക്കും അമ്മാതിരി ലെവൽ പെർഫോമൻസ് ആണ്. പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ പെർഫോമൻസ് ഉണ്ടല്ലോ, മാൻ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരു മനുഷ്യനെ കൊണ്ട് നമുക്ക് ജസ്റ്റ് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റത്തില്ല. ആ ലെവലിൽ നിവിൻ പോളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആരെയാണ് എടുത്ത് ഊക്കുന്നത് നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അമ്മാതിരി സ്പീഡിലാണ് വന്നവനെയും പോകുന്നവനെയും ഇരിക്കുന്നവനെയും. മറ്റേ മലയാള സിനിമയിലെ ടോപ്പാലും താഴെ കിടക്കുന്ന അങ്ങനെയൊന്നുമില്ല, കിട്ടണവനെ എല്ലാവർക്കും ഊക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി സെൽഫായിട്ട് തന്നെ ട്രോളും.
എനിക്ക് തോന്നുന്നു വേറൊരാൾക്ക് നിവിൻ പോളി ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. കാരണം അമ്മാതിരി ലെവലായിട്ടാണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറായിട്ട്. ഒരു വൈബായിരുന്നു ആ പോർഷൻ വരെ, അല്ലെങ്കിൽ നിവിൻ പോളി വരുന്നത് വരെ ആ ഒരു മൂവി, അല്ലെങ്കിൽ നിവിൻ പോളി വന്നതിന് ശേഷം ആ മൂവിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയടിക്ക് മേളിൽ പോയി നിൽക്കുക. അമ്മാതിരി ലെവലായിരുന്നു പുള്ളിക്കാരൻ വന്നതിന് ശേഷം. പുള്ളിക്കാരൻ വന്നതിന് ശേഷമുള്ള കുറേ സീക്വൻസും ഡയലോഗും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി അഴിഞ്ഞായിട്ട് വരുന്ന നിവിൻ പോളി ഈ ഒരു സിനിമയിൽ കറക്റ്റായിട്ട് പണി അറിയുന്നവൻ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എങ്ങനെ യൂസ് ചെയ്യുന്ന ഡയറക്ടറിൽ കിട്ടിയ അമ്മാതിരി കിഡിൽ ഔട്ട് തന്നെ കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി. അത് നമുക്ക് ഈ മൂവിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാനിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും നല്ലൊരു ഡയറക്ടറിൽ കിട്ടിയ ആ ഒരു ആക്ടറെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഈ മൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ധ്യാനിൻ്റെ റീസെൻ്റ്ലി വന്ന എല്ലാ മൂവീസും പടക്കം എന്നൊക്കെ കുറിച്ച് അമ്മാതിരി പടക്കമായിരുന്നു. പക്ഷേ ആ ഒരു മനുഷ്യൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു ആക്ടർ എന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ മൂവിയിൽ ഭയങ്കര രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതും ആ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ കാണിക്കുന്ന കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇമോഷൻ സീക്വൻസ് ആയാലും അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളങ്ങ് ഞെട്ടിപ്പോയി ചില സീക്വൻസ് ഒക്കെ. ഇപ്പോൾ ക്ലോസപ്പ് ഷോട്ട് എന്നൊക്കെ പറയുന്നത് ധ്യാനിൻ്റെ ഒരു ക്യാരക്ടറിൽ ഒരുപാടുണ്ട്. സോ ആ ഒരു ക്ലോസപ്പ് ഷോട്ടൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ഔട്ടൊക്കെ വരുവാണെങ്കിൽ ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് എന്താണ് ഡയറക്ടറിന് അറിയാം. സോ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അമ്മാതിരി ലെവലായിട്ടാണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവിയിൽ പല സീക്വൻസ് എനിക്ക് എൻ്റെ ലൈഫിലായിട്ട് ഭയങ്കര രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ നടന്ന കാര്യങ്ങളും കംപ്ലീറ്റ്ലി 99% എന്നല്ല ഞാൻ പറയണം, ജസ്റ്റ് ഒരു 0.5% മാത്രമാണ്. ഇനി ഒരുപാട് ഞാൻ ഫേസ് ചെയ്യാനുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഈ സിനിമയിൽ ധ്യാനായാലും മറ്റുള്ള ആൾക്കാരൊക്കെ ഫേസ് ചെയ്ത് പോകുന്ന പല സിറ്റുവേഷൻസും എൻ്റെ 1% ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇനി ഒരുപാട് ഫേസ് ചെയ്യാനുണ്ട്. ഐ നോ ദാറ്റ്. എന്തെങ്കിലും ഒരിക്കൽ ഞാനും എൻ്റെ സിനിമയായിട്ട് മുന്നോട്ട് വരും. സോ അത്രേ ഉള്ളൂ. പിന്നീട് ഈ ഒരു മൂവി ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇതൊരിക്കലും OTT-യിലൊക്കെ വന്നാൽ നിങ്ങൾ എന്തായാലും ഫുൾ സിനിമ ഇരുന്ന് കാണാൻ പോകുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകത്തുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഒരു ലെങ്തി മൂവിയാണ്, ഒരു 3 മണിക്കൂറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ ഓഡിയൻസായിട്ട് തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ക്ലാപ്പും ആ ഒരു സൗണ്ടും അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. സോ എന്തായാലും എല്ലാവരും പോയി കണ്ടു നോക്കും. ഒരു മസ്റ്റ് വാച്ച്, ഒരു കിടിലം സ്റ്റോറി, അല്ലെങ്കിൽ ഭയങ്കര വേറെ ലെവൽ ഓഫ് സ്റ്റോറി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ പടം എന്താണോ ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ ഈ മൂവി വരുന്നുണ്ട്. പക്ഷെ അധികം ക്രിഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും ഹൃദയം പോലെ അത്ര വലിയ ഷോകമായിട്ടും എൻ്റെ ചെന്നൈ പട്ടണം ക്രിഞ്ച് അതിൻ്റെ സ്വത്ത് നിന്ന് പറഞ്ഞ് പോകുന്നൊന്നുമില്ല. എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ജസ്റ്റ് കണ്ടു നോക്കൂ. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.